ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ദേശീയ പണിമുടക്കായത് കാരണം ക്ലാസ്സൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 7 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എഴുന്നേറ്റേക്കുന്നത്. ഇന്നിപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഞാൻ എൻ്റെ കുക്കിംഗ് തുടങ്ങുകയാണ് കേട്ടോ. ഏകദേശം ഒരു 7 മണിയായപ്പോഴാണ് എഴുന്നേറ്റേക്കുന്നത്. ആദ്യം തന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ഏകദേശം വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കട്ടെ. അപ്പോൾ കുട്ടികൾ ഇപ്പോൾ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അവർ നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ വേഗം ചായക്ക് വെക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 10:30ക്കാണ് കേട്ടോ ട്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. കുട്ടികൾക്ക് ആർക്കും ക്ലാസ്സൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ 10:30ക്കും 2:30ക്കൊക്കെയാണ് കേട്ടോ ട്യൂഷൻ വെക്കാറ്. അതാകുമ്പോൾ അവന്മാർക്ക് വേണമെങ്കിൽ വൈകുന്നേരം കളിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ രാവിലെ വെക്കുന്നത്. അപ്പോൾ 10:30ക്കാണ് ട്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സമയമാകുമ്പോഴത്തേനും ഫുഡൊന്ന് വേഗം ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചായക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴേക്കും ആലിം എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ആലിമിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഉടനെ തന്നെ അവൻ എഴുന്നേക്കോട്ടെ. ചില സമയത്ത് കിടന്ന് ഉറങ്ങിക്കോളും, വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പം ഞാൻ ഊത് കത്തിച്ചത് ഹോളിലേക്കൊന്ന് എടുത്തുകൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ മാറ്റി മാറ്റി വെക്കുവേ. പിന്നെ കുറച്ച് നേരം അവൻ എടുത്തുകൊണ്ട് കിടന്ന് അവനൊന്ന് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ കൂടെ കിച്ചണിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരിത്തിരി നേരത്തെ പ്രശ്നമുള്ളൂ, പിന്നെ ആൾ ഓക്കെയാണ്. പിന്നെ ഇപ്പോൾ പതിവ് പോലെ വർക്ക് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉപ്പുമാവും പപ്പടവും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു സവാളയുടെ പകുതി എടുക്കുന്നുണ്ട്, പിന്നെ ഒരു ക്യാരറ്റിൻ്റെ ചെറിയൊരു ഭാഗം എടുക്കുന്നുണ്ട്. വെജിറ്റബിളായിട്ട് ഇത് രണ്ടുമാണ് എടുത്തിരിക്കുന്നത്. കൂടി ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ കുട്ടികളായതുകൊണ്ട് തന്നെ ഇവർക്ക് മുളക് പറ്റില്ലല്ലോ. എങ്കിലും എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ഒരു പച്ചമുളകിൻ്റെയൊക്കെ ടേസ്റ്റ്. അതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പും പിന്നെ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് ചേർത്തിട്ട് ഞാനിത് ഒളിപ്പിച്ച് വെച്ചേക്കുന്ന ഒരു സംഭവമാണ്. കടലപ്പരിപ്പ് കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ രണ്ടുപേരും കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഫ്രിഡ്ജിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും ആലും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഇത് എത്തി നോക്കുന്നത് ഇതാണ്ട സംഭവം, അത് തന്നെയാണോ എന്നുള്ളത് രീതിയിലാണ്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രിസ്പി ഫോമിലാവുമ്പോഴാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കടലപ്പരിപ്പ് ഓൾറെഡി ഫ്രിഡ്ജിലിരിക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെയായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ അധികം വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചാണല്ലോ എടുക്കുന്നത്. ഇതെല്ലാവരും ഉപ്പുമാവ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞാനപ്പോൾ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ ഇതൊക്കെ കാണിക്കണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം കൂടി പെട്ടെന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യേണ്ട. പതുക്കെ ഓരോരോ സൈഡായിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ റവ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. എനിക്കിങ്ങനെ കുറച്ചൊരു ഡ്രൈ ആയിട്ടിരിക്കുന്ന ഉപ്പുമാവാണ് ഇഷ്ടം. ഭയങ്കര കുഴഞ്ഞിരിക്കുന്നതിനേക്കാളും കൂടുതൽ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് ജോലികളുണ്ട് കേട്ടോ ചെയ്യാനായിട്ട്. എനിക്കിനിപ്പോൾ കുറച്ച് വാഷിംഗ് ഉണ്ട്. ആലിമിൻ്റെ ആണെങ്കിലും യൂണിഫോം ഉണ്ട് അലക്കാനായിട്ട്. അല്ലാണ്ടും കുറച്ച് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് ഞാൻ മേളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് കൂടാണ്ട് ആഹിലിൻ്റെ ഡ്രസ്സ് കൂടിയുണ്ട്. അപ്പോൾ അതും കൂടി എടുക്കണം. എന്നിട്ട് അതിൽ നിന്ന് അലക്കാനുള്ളതും മാറ്റിയെടുക്കണം കേട്ടോ. കാരണം വൈറ്റൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് അലക്കുന്നത്. ഇങ്ങനെ കളർ ഡ്രസ്സുകളെല്ലാം ഒന്നിച്ചാണ് അലക്കുന്നത് കേട്ടോ. ഇവിടെ എപ്പോഴും കാറ്റടിയൊക്കെ കൊള്ളുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം നല്ല മഴയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഷിംഗ് മെഷീൻ വെച്ചേക്കുന്ന ഒരു സൈഡിലൊക്കെ വെള്ളം കയറും കേട്ടോ. വെള്ളം കയറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നല്ലോണം കയറുമെന്നല്ല, ചെറുതായിട്ടെങ്കിലും കാറ്റടി കൊള്ളും കേട്ടോ. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ എപ്പോഴും ഇത് കവർ ചെയ്ത് ഇടുള്ളൂ. ഇപ്പം ഈ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്ന ആ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ടെറസാണ്. മേളിൽ ഷീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ മേളിലാണ് കേട്ടോ നമ്മൾ ട്യൂഷൻ എടുക്കുന്നത്. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ തിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആഹിലിൻ്റെ വേറെ ആക്കി വൈറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ ഒന്ന് അലക്കാനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ അലക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളും കൂടി ചെയ്യണം. മേളിലും താഴെയൊക്കെ ഒന്ന് തുടക്കാനുണ്ട്.
അപ്പോൾ മുന്നത്തെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഡെയിലി അങ്ങനെ വീടൊന്നും തുടക്കാറില്ല. ബാൽക്കണി ആണെങ്കിലും ആഴ്ചയിലൊരിക്കലേ ഒക്കെ തുടക്കാറുള്ളൂ. താഴെയാണ് 2 ദിവസമൊക്കെ കൂടുമ്പോൾ തുടക്കുന്നത് കേട്ടോ. ഡെയിലി ഞാനിങ്ങനെ എല്ലാ ദിവസവും ജോലി അങ്ങനെയില്ല, ഓരോ ദിവസം ഓരോ കാര്യങ്ങൾക്കായിട്ടാണ് കേട്ടോ ഞാൻ ചിലവഴിക്കുന്നത്. അപ്പോൾ അതാവുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ വീട് ക്ലീൻ ആയിട്ട് കിടക്കും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒന്ന് അടിക്കാനായിട്ട് വന്നതാണ്. ബാൽക്കണിയിൽ എങ്ങനെയാണെങ്കിലും ഇലകളൊക്കെ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ടാവും, പ്രത്യേകിച്ച് മഴക്കാലമായതുകൊണ്ട് തന്നെ കാറ്റടിച്ച് കയറുന്നുണ്ടാവും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അപ്പം ഞാൻ ഇവിടെ ഒന്ന് അടിക്കാനായിട്ട് ഇങ്ങനെ വന്നപ്പോഴാണ് ഈ ബോഗൺ വില്ലാസൊക്കെ വല്ലാണ്ട് എന്താ പറയുക, ഭയങ്കര കൊമ്പൊക്കെ ഉണങ്ങി നിൽക്കുന്ന പോലെ ഇരിക്കുന്നു കേട്ടോ. അതായത് ആ ഫസ്റ്റ് ലെയറിൽ ഇരിക്കുന്നതല്ല, അത് താഴത്തെ തട്ടിലിരിക്കുന്നത് വെയിൽ കിട്ടാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല, ആകെ ഒരു ഡൗൺ ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൊമ്പൊക്കെ വെട്ടി മാറ്റേണ്ട ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലാന്നുണ്ടെങ്കിൽ വളവും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഓർത്തു ഇതൊന്ന് വേഗം അടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങളും കൂടി നോക്കാമെന്ന് വിചാരിച്ചിട്ട്. എന്തായാലും മെഷീനിൽ നമ്മൾ അലക്കാനായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പം നമുക്ക് ഈ മേളത്തെ ജോലി കഴിയുന്നതിൻ്റെ ഒപ്പം ആ മെഷീനിൽ വിരിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങാമെന്ന് ഓർത്തിട്ട് ഞാൻ വേഗം ഇവിടെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണേ. ഇതാ കണ്ടോ, നല്ലോണം തന്നെ ഇലകളുണ്ട് കേട്ടോ. അപ്പം ഞാൻ അടിച്ചു വാരി കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് എന്തായാലും ഈ ചെടികളുടെ കൊമ്പുകൾ കൂടി അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം, അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ലാസ്റ്റ് എല്ലാം കൂടി അങ്ങോട്ട് അടിച്ചു വാരി കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഓരോരോ ചെടികളായിട്ട് ഞാൻ താഴത്തേക്ക് ഇറക്കി വെച്ച് അതിൻ്റെ ഓരോ കൊമ്പുകളും മാറ്റി ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഒന്നല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇടക്കൊന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണമല്ലോ, അപ്പം അങ്ങനെ കിട്ടാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. നമ്മളുടെ അതേസമയം പുറത്ത് മഴയത്തൊക്കെ ഇരിക്കുന്ന ചെടികൾക്ക് ഈ പ്രശ്നമില്ല കേട്ടോ. ഈ ഒരു ബാൽക്കണിയിൽ ഇരിക്കുന്നതാണ് ഇങ്ങനെ കാണുന്നത്. ഇതൊക്കെ ഹൈബ്രിഡ് ബോഗൺ വില്ലാസ് കൂടിയാണ്, നമ്മൾ വാങ്ങിച്ചതാണെല്ലാം. അപ്പോൾ ഇതാ എല്ലാം ഇറക്കി വെച്ചിട്ട് അതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചെറിയൊരു ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ് കേട്ടോ. ഇപ്പൊ നോക്കി, ആ ഒരു ഏരിയ കംപ്ലീറ്റ് ബോഗൺ വില്ലാസിന്റെ കൊമ്പുകളൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ്, എന്തെങ്കിലും ഒന്ന് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങോട്ട് ഫിനിഷ് ആവുന്നവരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എനിക്കുള്ളൂ കേട്ടോ. അല്ലാത്തപ്പോൾ ഇങ്ങനെ ടൈം വെച്ച് ഓരോ ജോലി ഓരോ ദിവസം അങ്ങനെ ചെയ്യും. പക്ഷെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീരുന്ന വരെ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ള ജോലികളൊക്കെ നമ്മളെ പെൻഡിങ് ആവും. അപ്പൊ ഞാൻ വേഗം അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ചെളിയും മണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതാ ഹോളും കൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ആഹിലിൻ്റെ റൂം ഓൾറെഡി ഞാൻ തുടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോളും കൂടി തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ താഴത്തേക്ക് പോവാം. സ്റ്റെയറും താഴെയൊക്കെ തുടക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതാ കൂട്ടത്തിൽ സ്റ്റെയറും ഒക്കെ തുടച്ച് താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടക്ക് ഈ 10:30 ട്യൂഷൻ വെച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് പിന്നെ എനിക്ക് മാറ്റേണ്ടി വന്നു കേട്ടോ. കാരണം ഒരു കുട്ടിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അവൻ 9th പഠിക്കുന്നത്. അപ്പോൾ സ്കൂളൊക്കെ അവധിയാണെങ്കിലും അവന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചവരെ അവന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ ട്യൂഷൻ വേഗം 2:30 ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ സ്റ്റെയറൊക്കെ തുടച്ച് കഴിഞ്ഞു. പിന്നെ ഇതാ താഴെ എല്ലായിടത്തും ഒന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ. വർക്ക് ഏരിയയും സിറ്റ് ഔട്ടും എല്ലാം തുടച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാം തുടച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 12:15 ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആലിമിനെ കുളിപ്പിച്ചിട്ടില്ല, ആലിമിനെ ഒന്ന് കുളിപ്പിക്കണം. പിന്നെ അതാ ഇവിടെയൊക്കെ ഒന്ന് തുണിയൊക്കെ മടക്കാനായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് ഈ തുണി മടക്കുന്നത്. ഇവിടെ നിന്ന് കൊണ്ടുപോയി അപ്പുറത്ത് കൊണ്ടുപോയിടും, അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിടും. ഇതാണ് ഒരവസ്ഥ. അപ്പം ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ കുറച്ച് പയർ ഐറ്റംസ് പൊട്ടിച്ചിടാനായിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴുകി വെച്ച പാത്രങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അപ്പം അതിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാത്തിലും ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്ര ഉള്ളോട്ടെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഉച്ചവരെയുള്ള വിശേഷങ്ങളാണ്. വീഡിയോ ഇഷ്ടമായെന്ന് ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.